ഇതിനകത്ത് CITU നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു നീക്കം ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് വലിയ തോതിൽ അവഗണിക്കപ്പെടുകയും ചൂഷണം നേരിടുകയും ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയായി ഈ മോട്ടോർ തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വളാഞ്ചേരിയിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങളില്ല. അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമില്ല. അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ആവശ്യം പോലുമുള്ള സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഒരുക്കി കൊടുത്തിട്ടില്ല. അനധികൃതമായിട്ടുള്ള വാഹനങ്ങൾ ഇവിടെ വ്യാപകമായി പെർമിറ്റും ഫിറ്റ്നസ്സൊന്നുമില്ലാതെ ഓടുന്നു. ഇതിനെതിരായിട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട വളാഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് നമ്മൾ ഇതിനോടകം ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിക്കും നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പരിഹാരമുണ്ടാവുക എന്നുള്ളതാണ് CITU ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് ഈ അനധികൃതമായ ഓടുന്ന ആളുകളെ കണ്ടെത്താൻ? തൊഴിലാളികൾ പറഞ്ഞൊരു കാര്യം, അവർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. ചെയ്യേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ യൂണിയൻ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ട് പോലീസിന് ശക്തമായി അത് നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? പോലീസ് നമുക്ക് നൽകിയ ഉറപ്പ് അതിനകത്ത് വലിയൊരു നീക്കം നടത്താമെന്നുള്ളതാണ്. പക്ഷേ പോലീസിന് മുമ്പിൽ ഇത്തരം പരാതികൾ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പരാതി പോലീസിൻ്റെ മുൻപിൽ പല തവണകളായി എത്തിയിട്ടുണ്ട്. ഇവിടെ വളാഞ്ചേരിയിൽ ഗതാഗത പരിഷ്കരണം എന്ന പേരിൽ ഈ കോഴിക്കോട് റോഡിൽ നിന്ന് ഈ അംബിക ഹോട്ടലിലൊക്കെ മുൻപിൽ നിന്ന് ഇവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡ് നീക്കം ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റിയും പോലീസും അന്ന് പറഞ്ഞത് ഇവിടെ ഗതാഗത പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഗതാഗത കുരുക്കൊഴിവാക്കാനെന്നാണ്. അപ്പോൾ ഓട്ടോ തൊഴിലാളികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള താല്പര്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ നീക്കം നടത്താൻ പോലീസ് തയ്യാറാവുന്നില്ല. വ്യാപകമായ വാഹനങ്ങൾ ഇങ്ങനെ ഫിറ്റ്നസ് ഇല്ലാതെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് അടക്കാതെയും ഒക്കെ ഇങ്ങനെ നിരത്തിലിറങ്ങി ഓടുകയാണ്. അപ്പോൾ അത്തരം ഓട്ടോറിക്ഷകളെ പിടിച്ചെടുക്കണം. അവർക്ക് നല്ല കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കാത്ത പക്ഷം CITU വലിയ സമരത്തിലേക്ക്, ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. ഇവിടെ തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പോലീസിനോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് തൊഴിലാളികൾ പരസ്പരം അവരുടെ തൊഴിലിടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് നിർവഹിക്കുന്നതിനാണ് പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്രമസമാധാന ചുമതല കൂടിയുള്ള പോലീസ് ഇത്തരം വിഷയങ്ങളിൽ വളരെ ജാഗ്രതയോടെ ഇടപെടേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ വളാഞ്ചേരി നന്നായി പോലീസ് ഇടപെട്ടൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടേണ്ടതില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പോലീസ് എവിടെയൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വളാഞ്ചേരിയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വട്ടപ്പാറയിലേക്ക് മാറിയതിൻ്റെ സാഹചര്യത്തിൽ തന്നെ ഒരു വേണ്ട ശ്രദ്ധ പോലീസിൻ്റേത് ഈ ടൗണിലേക്ക് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പോൾ നമ്മൾ പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയമാണല്ലോ. ഇപ്പോൾ തൊഴിലാളികൾ നല്ലതുപോലെ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളാഞ്ചേരിയിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് ഒരു കാലത്തുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാറുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? അത് വളരെ സജീവമായി പ്രവർത്തിക്കും, അതിനകത്ത് പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, ഈ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ പോലീസ് യഥാസമയം ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കും. ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ മറ്റു ഗതാഗത പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ ടൗണിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനുമൊക്കെ പോലീസിൻ്റെ ഇടപെടൽ യഥാസമയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന പോലീസ് വട്ടപ്പാറ അവിടെ പോലീസിൻ്റെ അവിടെ താൽക്കാലികമായുള്ള കെട്ടിടത്തിൽ അവരവിടെ കുത്തിയിരിക്കുക എന്നല്ല, താഴേക്ക് ഇറങ്ങാൻ അവർക്ക് നേരമില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ആ പ്രതിസന്ധിക്കാണ് പരിഹാരമുണ്ടാകേണ്ടത്. മാത്രവുമല്ല, മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. മുനിസിപ്പാലിറ്റി എന്താ ചെയ്യുന്നത്? ഇത്തരം വിഷയം, ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഔദ്യോഗികമായി ഒരു മികച്ച സ്റ്റാൻഡ് അനുവദിക്കുന്ന കാര്യത്തിൽ മുനിസിപ്പാലിറ്റി മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൊഴിലാളികളുടെ നിരവധിയായ ആവശ്യങ്ങൾ, അവർക്ക് വിശ്രമ കേന്ദ്രം, അവർക്ക് അടിസ്ഥാനപരമായ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ, റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ മുനിസിപ്പാലിറ്റിക്ക് ഇന്ന് ഒരുക്കാവുന്നതേ ഉള്ളൂ. മുനിസിപ്പാലിറ്റി പല കാര്യങ്ങൾക്കുമായി അമിതമായി പല കാര്യങ്ങൾക്കും അനാവശ്യമായി പണം ചെലവഴിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യാൻ, ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അത്തരം കാര്യങ്ങളുമായി മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ബസ് തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് ബസ് തൊഴിലാളികൾ സ്റ്റാൻഡ് ഫീ നൽകുന്നുണ്ട്. ഈ സ്റ്റാൻഡ് ഫീ നൽകുന്ന തൊഴിലാളികൾക്ക് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശ്രമ കേന്ദ്രമില്ല, അവർക്ക് മറ്റു സൗകര്യങ്ങളില്ല. തൽക്കാലിക ഇവിടെ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിൻ്റെ കംഫർട്ട് സ്റ്റേഷനിൽ അവർക്ക് സൗജന്യമായി അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സൗകര്യം പോലും മുനിസിപ്പാലിറ്റി ഒരുക്കി കൊടുക്കുന്നില്ല.
ഇതാണ് CITU ഈ അവസരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മൾ കാണേണ്ടത് വളാഞ്ചേരിയിലെ ഗതാഗത പ്രശ്നത്തിൽ എന്താണ് ഇവിടുത്തെ MLA യുടെ നിലപാട്. കാലങ്ങളായി UDFൻ്റെ MLA ആണല്ലോ ഈ കോട്ടക്കൽ നമ്മുടെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരിക്കുന്നത്. വളാഞ്ചേരി നഗരസഭ രൂപം കൊണ്ടതു മുതൽ ഇവിടെ UDFൻ്റെ ഭരണസമിതിയാണല്ലോ. ഈ നമ്മുടെ വളാഞ്ചേരിയിലെ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ ഇന്ന് ഇത് തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല. എവിടേക്കും യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ നമ്മുടെ യാത്രക്കാരുടെ പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വളാഞ്ചേരിയിലെ ഗതാഗത കുരുക്ക്. നാഷണൽ ഹൈവേ NH66 6 വരിപ്പാതയായി വന്നിട്ട് പോലും വളാഞ്ചേരിയിലെ ഗതാഗത കുരുക്ക് മാറുന്നില്ല. അത് മാറിയാലൊക്കെയാണ് തൊഴിലാളികൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഈ വളാഞ്ചേരി നഗരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനാണ് ഇവർ മുൻകൈ എടുക്കേണ്ടത്. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് CITU പ്രതീക്ഷിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും CITUവിൻ്റെ മുന്നോട്ട് പോക്ക്? അല്ല, ഇതിന് ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ തൊഴിലാളികൾ ഒന്നടങ്കം, അത് CITU മാത്രമല്ല, CITU ഉന്നയിച്ചത് ഇവിടെ ഉള്ള എല്ലാ തൊഴിലാളികളുടെയും വളരെ വൈകാരികമായ പ്രശ്നവും അവരുടെ വളരെ ചെറിയ ആവശ്യവുമാണ്. ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നാൽ CITUവിനും സമരരീതി അറിയാം. ഞങ്ങൾ നല്ലതുപോലെ സമരം ചെയ്തും ഇത്തരം അവകാശങ്ങൾ നേടിയെടുത്തും മുന്നോട്ട് പോയിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. ആ നിലയിൽ CITU ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. തൊഴിലാളികൾ അണിനിരത്തി തന്നെ ഞങ്ങൾ സമരം ചെയ്യും. അത് നഗരസഭയോടും പോലീസിനോടും അധികാരികളോടും ഞങ്ങൾ പറയുന്നു. സമരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്.